അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി അദ്ർസുസാബിയ 7ാമത്തെ പാഠമായ അസ്മാഉദ് ദുആ. ഈ പാഠം നോക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം. ഉസ്താദെ, എൻ്റെ ഉപ്പ ആശുപത്രിയിലാണ്, സുഖമില്ല, ദ്വാ ചെയ്യണം, സലീം പറഞ്ഞു. ഉസ്താദ് ദ്വാ ചെയ്തു. വിദ്യാർത്ഥികളെല്ലാവരും ആമീൻ പറഞ്ഞു. നാം എപ്പോഴും ദ്വാ ചെയ്യണം. എല്ലാ സങ്കടങ്ങളും അള്ളാഹു തആലയോട് പറയണം. ദ്വാ ചെയ്യുന്നവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദ്വാ ചെയ്യാത്തവരോട് അള്ളാഹു തആലക്ക് ദേഷ്യമാണ്. ഏറ്റവും ഉത്തമമായ ദുആകളിൽ പെട്ടതാണ് നിസ്കാരശേഷമുള്ള ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചു, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ നാം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലും റമദാൻ മാസത്തിലും മഴ പെയ്യുന്ന സമയവും വെള്ളിയാഴ്ചയും ദുആ ഏറ്റവും സ്വീകരിക്കുന്ന സമയങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും അശക്തർ ദുആ ചെയ്യാത്തവരാണ്. നിസ്കാരശേഷം ചെയ്യേണ്ട ഒരു ദുആ നമുക്ക് പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഉഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ കുല്ലഹാ. اللهم أنعشنا واجبرنا وخذنا لصالح الأعمال والأخلاق إنه لا يهدي لصالحها ولا يصرف سيئها إلا أنت. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا ولأساتذتنا ولأحبابنا ولمن لهم حق علينا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ, ദുആ മുഅ്മിനിന്റെ ആയുധമാണ്. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. 1. അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ ആണ്. ഇത് ആരോട് എപ്പോൾ പറഞ്ഞോ ആ സന്ദർഭം വ്യക്തമാക്കണം. ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടിയാണിത്. രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്. 1. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ ചിലത് എഴുതുക. ഉത്തരം: അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ, റമദാൻ മാസത്തിൽ, മഴ പെയ്യുന്ന സമയം, വെള്ളിയാഴ്ച ദിവസം. 2. ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അശക്തരായവർ ആര്? ഉത്തരം: ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അശക്തരായവർ ദുആ ചെയ്യാത്തവരാണ്. 3. അല്ലാഹു തആലക്ക് ദേഷ്യമാണ്, ആരോട്? ഉത്തരം: അല്ലാഹു തആലക്ക് ദേഷ്യം ദുആ ചെയ്യാത്തവരോടാണ്. 4. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു, ആരെ? ഉത്തരം: ദുആ ചെയ്യുന്നവരെയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്. മൂന്നാമത്തെ പ്രവർത്തനം നുറത്തിബ്. 1. അല്ലാഹുമ്മ അൻഇഷ്നാ ഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹാ വജ്ബുർനാ വഹദിനാ വലാ യസ്രിഫു സയ്യിഅഹാ ഇല്ലാ അൻത വഖതായാനാ കുല്ലഹാ അല്ലാഹുമ്മ ഉഗ്ഫിർ ലനാ ദുനൂബനാ ലിസ്വാലിഹിൽ അഅ്മാലി വൽ അഖ്ലാഖ്. നമുക്കാദ്യം ക്രമപ്പെടുത്താം. ഒന്നാമത്തത് അല്ലാഹുമ്മ ഉഗ്ഫിർ ലനാ ദുനൂബനാ, രണ്ടാമത്തത് വഖതായാനാ കുല്ലഹാ, മൂന്നാമത്തത് അല്ലാഹുമ്മ അൻഇഷ്നാ, 4 വജ്ബുർനാ വഹദിനാ,
5 ലിസ്വാലിഹിൽ അഅ്മാലി വൽ അഖ്ലാഖ്. 6 ഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹ. 7 വലാ യസ്രിഫു സയ്യിഅഹ ഇല്ലാ അൻത. നമുക്കിപ്പോൾ എഴുതാം. اللهم اغفر لنا ذنوبنا وخطايانا كلها اللهم أعنشنا واجبرنا واهدنا لصالح الأعمال والأخلاق إنه لا يهدي لصالحها ولا يصرف سيئها إلا أنت. 2 ربنا إنك رؤوف رحيم الذين سبقونا بالإيمان غل الذين آمنوا ربنا اغفر لنا ولإخواننا ولا تجعل في قلوبنا. ഒന്ന് ഏതാണ്? ربنا اغفر لنا ولإخواننا. 2 الذين سبقونا بالإيمان. 3 ولا تجعل في قلوبنا. 4 غل الذين آمنوا. 5 ربنا إنك رؤوف رحيم. ഇപ്പോൾ നമുക്ക് എഴുതാം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غل الذين آمنوا ربنا إنك رؤوف رحيم. 3 إن عذابها كان غراما وجعلنا للمتقين إماما من أزواجنا وذرياتنا ربنا اصرف عنا عذاب جهنم ربنا هب لنا إنها ساءت مستقرا ومقاما قرة أعين. ربنا هب لنا 2 من أزواجنا وذرياتنا. 3 قرة أعين. 4 وجعلنا للمتقين إماما. 5 ربنا اصرف عنا عذاب جهنم. 6 إن عذابها كان غراما. 7 إنها ساءت مستقرا ومقاما. ഇപ്പോൾ നമുക്ക് എഴുതാം. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അടുത്ത പ്രവർത്തനം നഖ്റഉ നഫ്ഹം. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുമ്മ അല്ലാഹുവേ, ദുനൂബ് പാപങ്ങൾ, ഖതായ കുറ്റങ്ങൾ, ഹബ്ലന ഞങ്ങൾക്ക് നൽകണമേ, ഹസനത്തുൻ നന്മ, അദാബുൻ ശിക്ഷ, വർഹംന ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ. ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.